ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഒരു അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ നമ്മൾ 3 പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 3 പാർട്ട് വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് നമ്മൾ പാർട്ട് ബൈ പാർട്ട് വൃത്തിയായി പഠിച്ചു പോവുകയാണ്. അതിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന്, 4ാമത്തെ പാർട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ 3 ക്ലാസ്സിലും പഠിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ തരുവാണ്. അപ്പോൾ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കണം കേട്ടോ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ്? എന്താണ്? പാമീർ പീഠഭൂമി അല്ലേ? എന്താണ്? പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒന്ന് ഓർത്ത് നോക്കിയേ. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരകളിൽ. എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരകളിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? രാജ്യം ചോദിച്ചാൽ എവിടെയാണ്? നേപ്പാളിലാണ് അല്ലേ? നേപ്പാളിലാണ്. ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നേപ്പാളിലാണ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാദ്രിയുടെ ഉയരം എത്ര? ഹിമാദ്രിയുടെ ഉയരം എത്രയാണ്? ഓർത്തേ, 6000 മീറ്റർ. എത്രയാണ്? 6000 മീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്ത്? ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്ത്? ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? യെസ്, പറയൂ. ജമുന എന്ന പേരിലാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 3 പാർട്ടുകളിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പോയിന്റ്സിൽ നിന്നുള്ള ഒരു 6 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചോദിച്ചത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ, കാരണം അത്രയും പോർഷൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ആ ഒരു ടൈം നമ്മളൊന്ന് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. പാർട്ട് 4 ആണ്. ഓക്കെ, അപ്പോൾ പോയിന്റ്സിലോട്ട് കടക്കാം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏത്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. എവിടെയാണ്? ഏറ്റവും കൂടുതൽ ഫലപുഷ്ടിയുള്ള മണ്ണ് കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? ഒരുപാട് കൃഷികളൊക്കെ അല്ലേ, ഒരുപാട് നമ്മൾ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഉത്തര മഹാസമതലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തര മഹാസമതലം. ഏതാണ്? ഉത്തര മഹാസമതലം. ഓക്കെ, അടുത്തത്, താർ മരുഭൂമി ഏത് സംസ്ഥാനത്താണ്? അതെല്ലാവർക്കും അറിയാം അല്ലേ? ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയുടെ ഭാഗമാണ്? ഏത് മരുഭൂമിയുടെ ഭാഗമാണ്? താർ മരുഭൂമിയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയുടെ ഭാഗമാണ്? താർ മരുഭൂമിയുടെ ഭാഗമാണ്. താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് എന്ത് മണ്ണ്? മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണ് മരുഭൂമി മണ്ണ് അല്ലേ? താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഈർപ്പം തീരെയില്ലാത്ത ലവണാംശം ഉള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. ക്ലിയർ അല്ലേ? മരുഭൂമികളിലെ സ്വാഭാവിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും അല്ലേ? മുൾച്ചെടികളും കുറ്റിക്കാടുകളും. എന്തുകൊണ്ടാണ്? അവിടെയുള്ള മണ്ണിന് ജലാംശം തീരെയില്ല അല്ലേ? ഓക്കെ, അപ്പോൾ മരുഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങൾ ഏതെല്ലാമാണ്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ബജ്ര, ജോവർ. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതാണ്? ബജ്ര, ജോവർ. കാരണം എന്താണ്? അവിടെ
മറ്റ് കൃഷി ചെയ്യാനായിട്ടുള്ള എന്താണ് ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ചൂടോ അല്ലെങ്കിൽ അതിൻ്റെ കാലാവസ്ഥയൊക്കെ ശരിയായിരിക്കണം അല്ലേ. വരണ്ട കാറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ ബജ്ര, ജോവർ എന്നിവ മാത്രമായിട്ട് കൃഷി ചെയ്യുന്നത്. അത് മാത്രമേ അവിടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താണ്? ബജ്ര, ജോവർ എന്നിവയാണ്. അടുത്തത്, പഞ്ചാബ്, ഹരിയാന സമതല പ്രദേശത്തെ പ്രധാന കൃഷിവിളകൾ ഏതെല്ലാമാണ്? ഗോതമ്പ്, ചോളം, കരിമ്പ്. പഞ്ചാബ്, ഹരിയാന സമതല പ്രദേശത്തെ പ്രധാന കൃഷിവിളകളാണ് ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവ. നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഉത്തരമഹാസമതലത്തെ 4 ഭാഗങ്ങളായി തിരിച്ചു അല്ലേ. ഏതെല്ലാമാണ്? പഞ്ചാബ്, ഹരിയാന സമതലം, രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ എന്ന് പറയുന്ന സമതലം, ഗംഗാ സമതലം, ആസാമിലെ ബ്രഹ്മപുത്ര സമതലം അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ പഞ്ചാബ്, ഹരിയാന സമതല പ്രദേശത്തെ പ്രധാന കൃഷിവിളകളാണ് ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവ. അടുത്തത്, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്താണ്? ഈ ഉപദ്വീപീയ പീഠഭൂമി നമ്മൾ ഭൂവിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പിന്നെന്താ തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ തരം തിരിച്ചു അല്ലേ. അപ്പം നമ്മൾ ഉത്തര മഹാസമതലം വരെയുള്ള പോർഷൻസ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് പോകുന്നത് എവിടേക്കാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലേക്കാണ്. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഉത്തര മഹാസമതലത്തിന് തൊട്ടു താഴായി, തെക്കു ഭാഗത്തായി അല്ലെ, താഴ്ഭാഗത്തായി കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ വൃത്തിയായി പഠിച്ചു വയ്ക്കാം. എന്തുകൊണ്ടാണ്? ഈ പീഠഭൂമിയിലുള്ള ഈ സ്ഥലങ്ങളിൽ നിന്നാണ് മറ്റ് ഉപദ്വീപീയ നദികൾ ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ സംസ്ഥാനങ്ങൾ പഠിച്ചിരിക്കേണ്ടതില്ലേ? ഓക്കെ, നോക്കാം. അപ്പോൾ ഏതെല്ലാം സംസ്ഥാനങ്ങളാണ് ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, കേരളം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ്. ഏതൊക്കെയാണ്? അപ്പോൾ ഈ പറയുമ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്യുക. ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഏതു ഭാഗമായിട്ട് വരുന്നു? സെൻട്രൽ പോർഷൻ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ അല്ലേ. പിന്നെയോ മഹാരാഷ്ട്ര, കർണാടകം, കേരളം, തമിഴ്നാട്, തെലുങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ക്ലിയർ അല്ലേ? ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന പീഠഭൂമികൾ ഏതെല്ലാമാണ്? മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അല്ലെ, ചാസേമി. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ആനമുടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് PYQ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ക്ലിയർ അല്ലേ? ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്. എവിടെയാണ്? കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏത്?
ഉപദ്വീപീയ പീഠഭൂമി. ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഒന്ന് ഇത് രണ്ടും കൺഫ്യൂസ് ആവരുത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. എന്നാൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലം എന്ന് പറയുന്നത് ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളാണ്. നോക്കൂ, ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലം നോക്കൂ, ഉഷ്ണമേഖല, മിതോഷ്ണമേഖല എന്നീ രീതിയിൽ നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ, അതായത് 23.5 ഡിഗ്രി അക്ഷാംശം കാണിക്കുന്നതും അതായത് ഉത്തരക്ഷാംശം ദക്ഷിണ അക്ഷാംശവും കാണിക്കുന്ന മേഖല, അതായത് ഭൂമധ്യരേഖ ഒന്ന് സങ്കല്പിക്കൂ. ഓക്കെ, ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അത് സങ്കല്പിക്കുക. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നതെന്ന് വൃത്തിയായി പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. എന്താണ്? ഭൂമി സങ്കല്പിച്ചു. ഭൂമിയുടെ മധ്യത്തിലായിട്ട് ഒരു രേഖ കടന്നു പോകുന്നുണ്ട് അല്ലേ? എന്താണ്? അക്ഷാംശ രേഖ അല്ലേ? സെൻട്രലിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശമാണ് അല്ലേ? അപ്പൊ അതിന് തൊട്ട് മുകളിൽ, അതുപോലെ തൊട്ട് താഴെയുമായിട്ട് 23.5 ഡിഗ്രി എന്ന് പറയുന്നത് ഉഷ്ണമേഖലയാണ് അല്ലേ? ഉഷ്ണമേഖല അല്ലെ? ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളത്തിലും 23.5 ഡിഗ്രി എന്താണ്? ഉഷ്ണമേഖലയാണ് അല്ലെ? അപ്പൊ ഈ ഉഷ്ണമേഖല ആയതുകൊണ്ടും നമ്മള് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ് അല്ലെ? ഉത്തരാർദ്ധഗോളത്തിലാണല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ആ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്തായിരിക്കും? ഉഷ്ണമേഖലാ കാലാവസ്ഥയായിരിക്കില്ലേ? അവിടെ എന്തായിരിക്കും? ഉഷ്ണമേഖലാ കാലാവസ്ഥയായിരിക്കും അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലം എങ്ങനെയായിരിക്കും? ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളായിരിക്കും. അതറിയാവുന്നവർക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലം ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളാണ്. പശ്ചിമഘട്ട മലനിരയുടെ പടിഞ്ഞാറൻ ചെരുവുകളിലെ സസ്യജാലങ്ങൾ എന്താണ്? പശ്ചിമഘട്ടം. എവിടെയാണ് പശ്ചിമഘട്ടം? 6 സംസ്ഥാനങ്ങളിലായി കടന്നു പോകുന്ന മലനിരയാണല്ലോ ഈ പശ്ചിമഘട്ടം. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ എവിടെയും വരുന്നുണ്ട്, നമ്മുടെ കേരളത്തിലും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ പശ്ചിമഘട്ട മലനിരയുടെ പടിഞ്ഞാറൻ ചെരുവുകളിലെ സസ്യജാലങ്ങൾ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. അപ്പോൾ പശ്ചിമഘട്ട മലനിരയുടെ പടിഞ്ഞാറൻ ചെരുവുകളിലെ സസ്യജാലങ്ങൾ ഉഷ്ണമേഖല മഴക്കാടുകളാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലം എന്ന് പറയുന്നത് ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളാണ്. അപ്പൊ ഇത് വൃത്തിയായിട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് നമ്മൾ നോക്കിയില്ലേ? അപ്പൊ അതിൻ്റെ ആ സംസ്ഥാനങ്ങൾ വരുമ്പോൾ അതിൻ്റെ തൊട്ടുഭാഗത്ത്, അതായത് തൊട്ട് താഴ്ഭാഗത്ത് തെക്ക് ഭാഗത്തായി വരുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. നമ്മൾ ഈ ഉപദ്വീപീയ പീഠഭൂമിയെ തന്നെ കുറേ പീഠഭൂമികൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് മാൾവാ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി ഒക്കെ പറഞ്ഞു അല്ലേ? അതിലൊരു പീഠഭൂമിയാണ് ഇത് ഈ ഡെക്കാൻ പീഠഭൂമി. ഈ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻഡ് പോർഷൻ താഴ്ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് ഇത് ഈ ഡെക്കാൻ പീഠഭൂമി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. എന്താണ്? ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്, പരുത്തി മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെ മണ്ണാണ് എന്ത്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ് എന്നിവ ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്നു. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് ഈ പീഠഭൂമി ഭാഗത്ത് ലാവ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ?
ലാവയിൽ നിന്ന് വമിച്ചു വരുന്ന ആ ലാവ തണുത്തുറഞ്ഞ് ഉണ്ടാവുന്നതാണല്ലോ ഈ കറുത്ത മണ്ണ്. ഓക്കെ, അപ്പൊ ഈ പീഠഭൂമി ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് എപ്പോഴും എന്തായിരിക്കും? കറുത്ത മണ്ണായിരിക്കും. പക്ഷെ ഈ ഡെക്കാൻ പീഠഭൂമിയിൽ വളരെ വ്യാപകമായിട്ട് എന്ത് കണ്ടുവരുന്നു? കറുത്ത മണ്ണ് കണ്ടുവരുന്നു. അതുകൂടാതെ ചെമ്മണ്ണും കണ്ടുവരുന്നുണ്ട്. ക്ലിയർ ആണോ? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിന്റെ അംശമാണ്. അല്ലെ, ഇരുമ്പിന്റെ അംശമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. അടുത്തത്, മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. നോക്കൂ, നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അല്ലെ, എന്തുകൊണ്ടാണ്? ഇവിടെ പറയുന്നുണ്ട്, മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണ് ഏതായിരിക്കും? ലാറ്ററൈറ്റ് മണ്ണായിരിക്കും. അല്ലെ, ക്ലിയർ ആണോ? ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. അല്ലെ, എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു അവയ്ക്ക് ആ പേരായിരിക്കും. ഹിമാലയത്തിൽ നിന്ന് നദികൾ ഉത്ഭവിച്ചാൽ എന്തായിരിക്കും പേര്? ഹിമാലയൻ നദികൾ. അപ്പൊ ഇവിടെ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ്. അല്ലെ, അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം കേട്ടോ. നോക്കാം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമതലമാണ്. താർ മരുഭൂമി രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ജയ്സാൽമീർ ഏത് മരുഭൂമിയുടെ ഭാഗമാണ്? താർ മരുഭൂമിയുടെ. താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. മരുഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങളാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ബജ്റ, ജോവർ എന്നിവ. പഞ്ചാബ്, ഹരിയാന സമതലത്തിലെ പ്രധാന കൃഷിവിളകളാണ് ഗോതമ്പ്, ചോളം, കരിമ്പ്. ഉപദ്വീപീയ പീഠഭൂമി ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടകം, കേരളം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ തുടങ്ങിയവ. ഇന്ത്യയിൽ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി, 2695 മീറ്റർ ഉയരം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലമാണ് ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ. പശ്ചിമഘട്ട മലനിരയുടെ പടിഞ്ഞാറൻ ചെരുവുകളിലെ സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണും ചെമ്മണ്ണും. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിന്റെ അംശമാണ്. മൺസൂൺ മഴ ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമ്മളെ ക്ലാസ് ഒരുപാട് ലെങ്തി ആയി കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്